KPC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് അറിയിക്കും. എംപിയുടെ പേരടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട്. അല്ല, അത് സ്വാഭാവികമാണല്ലോ. KPCക്ക് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ ഹൈക്കമാൻഡ് ആലോചിക്കുമ്പോൾ അതിന് യോഗ്യതയുള്ള ആളുകളെയൊക്കെ അവർ പരിശോധിക്കും, പരിഗണിക്കും, എന്നിട്ട് ഒരു പ്രസിഡന്റ് പ്രഖ്യാപിക്കും. അല്ല, അതിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കുക. പലവട്ടം നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. കോൺഗ്രസ് KPC അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ട ചുമതല കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് അതിന് അനുയോജ്യനായ ഒരാളിനെ കണ്ടെത്തും, പ്രഖ്യാപിക്കും. അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. പാർട്ടിയും ഗവൺമെൻറ്റിനെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിന് ഒരു പാലമായി പ്രവർത്തിക്കും. ഇപ്പോൾ നിലവിൽ KPCC സംബന്ധിച്ചിടത്തോളം 2 വർക്കിംഗ് പ്രസിഡന്റുമാർ മന്ത്രിമാരായിട്ടുണ്ട്. അപ്പോൾ നിലവിലൊരു വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇല്ല, അതെല്ലാം നേരത്തെ KPC നേതൃത്വ യോഗത്തിൽ ചർച്ച ചെയ്തല്ലോ. KPC അധ്യക്ഷൻ തന്നെ പറഞ്ഞല്ലോ, KPC പ്രസിഡന്റ് മന്ത്രിയായി, 2 വർക്കിംഗ് പ്രസിഡന്റുമാർ മന്ത്രിയായി, 6-7 DC പ്രസിഡന്റുമാർ MLA-മാരായി. ഈ സാഹചര്യത്തിൽ KPCCയിൽ ഒരു മാറ്റം ആവശ്യമാണെന്നുള്ള കാര്യം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം അത് വിവരം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്ന് ഇന്നലത്തെ യോഗത്തിൽ KPC പ്രസിഡന്റ് പറഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അല്ല, KPC അധ്യക്ഷൻ തന്നെ ഹൈക്കമാൻഡിനോട് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് 2 സ്ഥാനം കൊണ്ട് കൊണ്ടുപോകാൻ കഴിയില്ല, മന്ത്രിയും KPC പ്രസിഡന്റുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് KPC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയൊരു നേതാവിനെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് അത് തീരുമാനമെടുക്കും. ദളിത് വിഭാഗത്തിൽ നിന്നൊക്കെ ഒരാൾ KPC അധ്യക്ഷനാകാനുള്ള ഒരു ചരിത്രപരമായ തീരുമാനത്തിലേക്കൊക്കെ പോകും. അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിക്കുന്ന കാര്യമാണ്. കോൺഗ്രസ് പ്രസിഡന്റ് ആരാകണം, കേരളത്തിലെ കോൺഗ്രസിനെ ആര് നയിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ക്ലെയിമും എനിക്കില്ല. ഞാനങ്ങനെ ക്ലെയിം പറയേണ്ട ആളല്ല. അങ്ങനെ ഒരു ക്ലെയിം എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനമാണ്. അതിന് യാതൊരു വസ്തുതയില്ല. പലരും DCCകളിൽ ഇപ്പോൾ പ്രസിഡന്റുമാരെല്ലാം MLA-മാരാണ്. അപ്പോൾ അവിടെ ഒരു അത് തന്നെ DCCയുടെ അതിന് 7ഓളം DCC പ്രസിഡന്റുമാർ MLA-മാരായിട്ടുണ്ട്. അവരും മാറാൻ തയ്യാറായിട്ടുണ്ട്. അവിടെയും പുതിയ പ്രസിഡന്റുമാരെ കണ്ടെത്തേണ്ടി വരും. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്ന ഒരു പ്രധാന വാർത്തയായിരുന്നു, ഇപ്പോൾ കോഴിക്കോടിനെ വലിയ രീതിയിൽ അവഗണിച്ചു. അപ്പോൾ മന്ത്രിമാരില്ലാത്തത് വലിയ രീതിയിൽ രൂക്ഷമായി കോഴിക്കോട് DCC പ്രസിഡന്റ് തന്നെ യോഗത്തിൽ ഉന്നയിച്ചു എന്നുള്ളത്. എന്താണ് അതിൻ്റെ കാരണം? പ്രത്യേക സാഹചര്യത്തിൽ കോഴിക്കോടിന് മന്ത്രി ഇല്ല, കോഴിക്കോട് നിന്ന് മന്ത്രി ഇല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ T സിദ്ദിഖ് കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹം കൽപ്പറ്റയിലെ MLA ആണെങ്കിൽ പോലും, കൽപ്പറ്റയിലാണെങ്കിൽ പോലും MLA ആണെങ്കിൽ പോലും അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. സ്വാഭാവികമായും കോഴിക്കോടിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാവും. ബോർഡുകളിലും കോർപ്പറേഷനിലും ഒക്കെ പ്രാതിനിധ്യം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ. അല്ല, അതെല്ലാം പാർട്ടിയുടെ നേതൃത്വം തീരുമാനിക്കേണ്ടത്, ആരെങ്കിലും ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമല്ല. എല്ലാ കാലത്തും കോൺഗ്രസിന് ഒരു MLA-മാർ ഇല്ലാത്തൊരു ജില്ലയാണ് കോഴിക്കോട്. അപ്പോൾ ഇപ്രാവശ്യം 11 സീറ്റിലധികം നേടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു മന്ത്രിയെ കൊടുക്കേണ്ടതായിരുന്നു. ഇല്ല, അതെല്ലാം ഞാനല്ലല്ലോ പറയേണ്ടത്. അതെല്ലാം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ UDF ഒക്കെ ആണല്ലോ അക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്. എന്തായാലും കോഴിക്കോടിന് അവിടെ നിന്ന് ജയിച്ച MLA-മാരും മന്ത്രിയായില്ലെന്നേ ഉള്ളൂ. പക്ഷേ കോഴിക്കോടുകാരനായ കൽപ്പറ്റയിൽ നിന്ന് MLA T സിദ്ദിഖ് മന്ത്രിയാണ്. അതുകൊണ്ട് ആ ഒരു വിഷയം വരുന്നില്ല. എങ്കിൽ പോലും കോഴിക്കോടിന് ഗവൺമെൻറ് മുൻഗണന നൽകും. എല്ലാ കാര്യങ്ങളിലും കോഴിക്കോടിന് പ്രത്യേക പരിഗണന നൽകും. മന്ത്രി ഉണ്ടായില്ല എന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കോഴിക്കോട്ടുകാർക്കുണ്ടാവില്ല.